HSST അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അതിനു മുമ്പ് എന്താണ് ബയോളജി? ഇതൊരു +2 ലെവൽ ക്ലാസ് ആണ്. എന്താണ് ബയോളജി? ബയോളജി വിച്ച് മീൻസ് എ സ്റ്റഡി ഓഫ് സയൻസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് വൈറ്റൽ പ്രോസസ്സസ് ഇൻ ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ വൈറ്റൽ പ്രോസസ്സുകളെ കുറിച്ചിട്ടുമുള്ള സ്റ്റഡിയാണ് എവിടെ നടക്കുന്നത്? ഇൻ ബയോളജിയിൽ നടക്കുന്നത്. ഇനി ബയോളജി നോക്കിക്കഴിഞ്ഞാൽ ബയോളജിൻ്റെ ഫാദർ ആരാണ്? അരിസ്റ്റോട്ടിലാണ്. സുവോളജിൻ്റെ ഫാദറായിട്ടും അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഇനി ബയോളജിനെ കുറേ ബ്രാഞ്ചസ് ഓഫ് സയൻസ് ആയിട്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരെണ്ണം സുവോളജിയും പിന്നെ ഒരെണ്ണം ബോട്ടണിയുമാണ്. ഇനി ഈ സുവോളജിയും ബോട്ടണിയും അല്ലാതെ തന്നെ ഒരുപാട് ഏരിയാസ് ഓഫ് ബയോളജിക്കൽ ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ഇതിൽ തന്നെ ബയോളജീൻ്റെ ഫാദർ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോട്ടണീൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് സയൻസുകളെ കുറിച്ചുള്ള പ്ലാന്റ്സിനെ കുറിച്ചിട്ടും പ്ലാന്റ്സിനകത്ത് നടക്കുന്ന ലിവിങ് പ്രോസസ്സുകളെ കുറിച്ചിട്ടുമുള്ള സ്റ്റഡിയാണ് എവിടെ നടക്കുന്നത്? ഇൻ ബോട്ടണി നടക്കുന്നതെങ്കിൽ സുവോളജി പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽസിനെ കുറിച്ചിട്ടും അതിൻ്റെ വൈറ്റൽ പ്രോസസ്സുകളെ കുറിച്ചിട്ടുമുള്ള സ്റ്റഡിയാണ് ഇൻ സുവോളജി നടക്കുക. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോട്ടണിൻ്റെ ഫാദർ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തിയോഫ്രാസ്റ്റസ് ആണ് ബോട്ടണിൻ്റെ ഫാദർ വരുന്നത്. ഇനി ഇന്ത്യൻ ബോട്ടണിൻ്റെ ഫാദർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വില്യം റോക്സ്ബർഗ് ആണ്. വില്യം റോക്സ്ബർഗ് ആണ് ആക്ച്വലി ബോട്ടണീൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബയോളജി അല്ലെങ്കിൽ ബയോളജിക്കകത്ത് ലിവിങ് നോക്കിക്കഴിഞ്ഞാൽ ബോട്ടണിയിലും സുവോളജിയിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും കുറേ കൈൻഡ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. ഈ ഓർഗാനിസംസിനെയൊക്കെയും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിലെ തന്നെ നമുക്കുണ്ടായിരിക്കുന്ന ക്ലാസിഫിക്കേഷനാണ് കാൾ ലിനേഴ്സിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. പിന്നെ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിന് കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് RH വിറ്റാക്കർ വേറൊരു ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു, വിച്ച് ഈസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം തന്നെയും കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ എന്തും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെയും എന്താണ് ഈ പറയുന്ന പ്ലാന്റ്സിനും അനിമൽസിനും അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിനും എല്ലാം തന്നെയുമുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഈ പറയുന്ന 2 ആൾക്കാരും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് 2 ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് വൺ ഈസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ കാൾ ലിനേഴ്സ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് 2 കിങ്ഡമായിട്ടാണ് ലിവിങ് ഓർഗാനിസംസിനെ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇതിന് കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതായത് 2 കാറ്റഗറിയിലും പെടാത്ത ഒരുപാട് ഓർഗാനിസംസ് എവിടെ ഉണ്ടായിരുന്നു? ഇൻ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ദെൻ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രോക്യാരൂട്ട്സിനെയും യൂക്യാരൂട്ട്സിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല. അതുപോലെ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെയും മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു പോയി? ഈ പറയുന്ന 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ മാറ്റിയിട്ട് അവിടെ പുതിയൊരു ക്ലാസിഫിക്കേഷൻ വന്നു, വിച്ച് ഈസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ RH വിറ്റാക്കർ. ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് കുറേ ക്രൈറ്റീരിയാസിൻ്റെ ബേസിലാണ്. ഇനി എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കാം. സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ, ദെൻ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. ഇത്രയും കാര്യങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹം ലിവിങ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത്. ഇനി ക്ലാസിഫൈ ചെയ്തത് 5 കിങ്ഡമായിട്ടാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കിങ്ഡം മൊണേറ, ദെൻ കിങ്ഡം പ്രോട്ടിസ്റ്റ, ദെൻ കിങ്ഡം ഫഞ്ചി, ദെൻ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഇങ്ങനെ 5 ആയിട്ടാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷനും നോക്കി, അതുപോലെ തന്നെ എന്ത് നോക്കി? റീപ്രൊഡക്ഷൻ്റെ മോഡും നോക്കി. ദെൻ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്, അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്സും കൂടി നോക്കിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ടൈപ്പ് നോക്കുകയാണെങ്കിൽ 5 കിങ്ഡത്തിലെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഈ മൊണേറയാണ്. മൊണേറ ആക്ച്വലി ഒറ്റ ക്ലാസ് മാത്രമാണല്ലോ, ഒരു കിങ്ഡം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പ്രോക്യാരിയോട്സ്. എല്ലാ പ്രോക്യാരിയോട്സിനെയും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അണ്ടർ കിങ്ഡം മൊണേറയാണ്. ഇനി ഇവരുടെ സെൽ വോൾ നോക്കിക്കഴിഞ്ഞാൽ നോൺ സെല്ലുലോസിക് സെൽ വോൾ അല്ല,
പകരം അവിടെ പോളിസാക്കറൈഡും അമിനോ ആസിഡും കൊണ്ടിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ നോക്കിയാൽ അവിടെ ആബ്സെന്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ എങ്ങനെ ഉണ്ടാവുന്നത്? മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒറ്റ സ്ട്രക്ചറും പോലും അവിടെ ഇല്ല. ബിക്കോസ് ദോസ് ആർ അണ്ടർ ദി കാറ്റഗറി ഓഫ് പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസംസ്. ഇനി ബോഡി ഓർഗനൈസേഷൻ നോക്കിയാൽ സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മോസ്റ്റ്ലി വരുന്നത്. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോട്രോഫിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഹെട്രോട്രോഫിക് ഓർഗാനിസംസും ഉണ്ട്. ഓട്ടോട്രോഫിക്കും ഉണ്ട്, ഹെട്രോട്രോഫിക് ഓർഗാനിസംസും ഉണ്ട്. ഓട്ടോട്രോഫിക്കിൽ തന്നെ ഒന്നെങ്കിൽ കീമോ ഓട്ടോട്രോഫിക് ആവാം, അല്ലെങ്കിൽ ഫോട്ടോ ഓട്ടോട്രോഫിക് ആവാം. ഇനി ഹെട്രോട്രോഫിക്കിനകത്ത് തന്നെ സാപ്രോഫൈറ്റ്സും ഉണ്ട്, പാരസൈറ്റ്സും ഇൻവോൾവ് ആണ്. ഇനി നെക്സ്റ്റ് പ്രോട്ടിസ്റ്റ് നോക്കുകയാണെങ്കിൽ യൂക്കാരിയോട്ടിക് സെൽസ് ആയിരിക്കും. സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചില മെമ്പേഴ്സ് ഓഫ് പ്രോട്ടിസ്റ്റ് മാത്രമേ എന്തുള്ളൂ, സെൽ വാൾ പ്രസന്റ് ആയിട്ടുള്ളൂ. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവുമല്ലോ, കാരണം ദോസ് ആർ യൂക്കാരിയോട്സ്. ദെൻ ബോഡി ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും എന്താണ്, സെല്ലുലാർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ്, ഇവിടെയും എന്തുണ്ട്, ഓട്ടോട്രോഫിക്കും ഉണ്ട്, ഹെട്രോട്രോഫിക്കും ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ആണ്, ഇവിടെ കീമോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫ്സ് ഇല്ല. ദെൻ നെക്സ്റ്റ് ഈസ് ഫഞ്ചി. ഫഞ്ചി വരുന്നതും എന്താണ്, പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ഇവിടെ എന്താണ്, കൈറ്റിൻ ആണ് സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എന്താണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള ടിഷ്യൂ ഉള്ള ഓർഗാനിസംസ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ദെൻ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മെയിൻലി. കാരണം മോഡ് ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തല്ല, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസേ അല്ല ഫഞ്ചി എന്ന് പറയുന്നത്. ദോസ് ആർ ഹെട്രോട്രോഫിക്. കാരണം അവരൊന്നെങ്കിൽ സാപ്രോഫൈറ്റിക് ആയിരിക്കാം, അതല്ലെങ്കിൽ പാരസൈറ്റിക് ആയിരിക്കാം. ഒന്നെങ്കിൽ ഫുഡിന് വേണ്ടി ഡെഡ് ആൻഡ് ഡിക്കേയിങ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പാരസൈറ്റിക് ഓൺ അനദർ ഓർഗാനിസം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് പാരസൈറ്റ് ആയിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, മോഡ് ഓഫ് ന്യൂട്രീഷൻ എടുക്കുന്നത്. ഇനി പ്ലാന്റ് നോക്കിയാൽ പ്ലാന്റ് യൂക്കാരിയോട്സ് ആണ്. സെൽ വാൾ പറഞ്ഞാൽ സെല്ലുലോസിക് സെൽ വാൾ ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണല്ലോ, യൂക്കാരിയോട്സ് ആണല്ലോ. ദെൻ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ബേസ്ഡ് ആയിരിക്കും ഇവരുടെ എന്തെന്ന് പറയുന്നത്, ബോഡി ഓർഗനൈസേഷൻ പറയുന്നത്. ഇതുവരെ നമ്മൾ നോക്കിയത് ഫസ്റ്റ് ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ ഓർഗൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഫ്രം പ്ലാന്റ് ആണ്. ദെൻ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണ് മോസ്റ്റ്ലി ഉള്ളത്. ദെൻ അനിമൽസ് പറഞ്ഞു കഴിഞ്ഞാൽ യൂക്കാരിയോട്ടിക് ആണ്. സെൽ വാൾ ഉണ്ടോ അനിമൽസിന്? ഇല്ല, അനിമൽസിന്റെ കേസിൽ സെൽ വാൾ ആബ്സെന്റ് ആണ്. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ് യൂക്കാരിയോട്സ് ആയതുകൊണ്ട്. ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓർഗൻസ് ഉണ്ടായിരിക്കും. ഓർഗൻ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെ കുറേ ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം കൈൻഡ് ഓഫ് എന്തുണ്ടായിരിക്കും, ബോഡി ഓർഗനൈസേഷൻ ആയിരിക്കും ഇൻ അനിമേലിക്കകത്തുള്ളത്. ദെൻ ഹെട്രോട്രോഫിക് നോക്കിക്കഴിഞ്ഞാൽ ഹോളോസോയിക് ആണ്. അതായത് അവര് ഫുഡിനെ ഇൻജക്ഷൻ ചെയ്യാണ്, ഫുഡിനെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, സാപ്രോഫൈറ്റിക് കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ആയിരിക്കും അണ്ടർ കിങ്ഡം അനിമേലിയ വരുന്നത്. ഇതൊക്കെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ഓരോ കിങ്ഡവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ കിങ്ഡം മൊണേറ, ദെൻ പ്രൊട്ടിസ്റ്റ, ദെൻ ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +1 ബേസ് അല്ലെങ്കിൽ +2 ബേസിലുള്ള ക്ലാസ് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ആൽഗെ, ഫഞ്ചൈ, ടെറിഡോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സ്, പിന്നെ എന്താണ് വരുന്നത്, ജിംനോസ്പേംസ്, ഇതൊക്കെയാണ്. ഇതിൻ്റെ ഒക്കെ ഒരു ബേസ് കിടക്കുന്നത് ആക്ച്വലി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. ഓക്കെ, ഇനി കമ്മിങ് ടു മൊണേറ. മൊണേറ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബാക്ടീരിയാസ്. ബാക്ടീരിയ ആണ് മെയിനായിട്ട് വരുന്നത്. കാരണം എന്താണ്, പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. മോസ്റ്റ് അബൻഡന്റ് മൈക്രോ ഓർഗാനിസം ആണ് ആര്, ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഫൗണ്ട് ഓൾമോസ്റ്റ് ഇൻ എവ്രിവെയർ. ഒരുപാട് സ്ഥലത്ത് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ബാക്ടീരിയാസിനെ കാണാൻ പറ്റുന്നുണ്ട്. ദേ ലിവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് ടു. വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിലും ആര് സർവൈവ് ചെയ്യും, ബാക്ടീരിയ ക്യാൻ സർവൈവ്. എല്ലാ ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല. ചില സ്പീഷീസ് ഓഫ് ബാക്ടീരിയ ചില സ്ഥലങ്ങളിൽ വളരെ കൺഫൈൻഡ് ആയിട്ട് കാണാൻ പറ്റും. ഹോട്ട് സ്പ്രിങ്സിലുണ്ട്, ഡെസേർട്ടിലുണ്ട്, സ്നോയിലുണ്ട്, ഡീപ്പ് ഓഷ്യൻസിലൊക്കെ ഉണ്ട്. ഇങ്ങനെ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിലും സർവൈവ് ചെയ്യാൻ വേണ്ടി ബാക്ടീരിയ വരും. ദെൻ മെനി ഓഫ് ദം ലിവ് ഇൻ ഓർ ഓൺ അതർ ഓർഗാനിസംസ്. ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, ലിവ് ഇൻ ആയിരിക്കും, അതല്ലെങ്കിൽ ലിവ് ഓൺ അതർ ഓർഗാനിസംസ്. വേറെ ഓർഗാനിസത്തിനകത്തോ അല്ലെങ്കിൽ വേറെ ഓർഗാനിസത്തിന്റെ മുകളിലോ ഇതെന്തായിട്ടിരിക്കും, ആസ് പാരസൈറ്റ്സ്. പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇവർ കാണിക്കുന്നുണ്ട്. ദെൻ ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസിക്കലി 4 ഷേപ്പിന്റെ ബേസിൽ 4 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. കോക്കസ്, ബാസിലസ്, വിബ്രിയം, സ്പൈറലം എന്നൊക്കെ പറഞ്ഞിട്ട്. ഫസ്റ്റ് വൺ ഈസ് കോക്കസ്. കോക്കസ് ഈസ് ആക്ച്വലി സ്ഫെറിക്കൽ ഷേപ്ഡ് ആയിരിക്കും. എക്സാമ്പിൾ വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ് ഒക്കെയാണ്. കോക്കസ് എന്ന് പറയുന്നത്
ഇങ്ങനെ സ്ഫെറിക്കൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലായിരിക്കും ബാക്ടീരിയ ഇരിക്കുന്നത്. ഒരെണ്ണമാണെങ്കിൽ അതിനെ കോക്കസ് എന്ന് വിളിക്കും, രണ്ടെണ്ണമാണെങ്കിൽ കോക്കെ. രണ്ടെണ്ണം എന്നല്ല, ഒന്നിൽ കൂടുതൽ എണ്ണമാണ് അതിൻ്റെ പ്ലൂറൽ ഫോമിൽ പറയുന്നവരാണ് കോക്കെ. രണ്ടെണ്ണമാണെങ്കിൽ ഡിപ്ലോകോക്കസ് എന്ന് വിളിക്കും കേട്ടോ. ദെൻ എക്സാമ്പിൾ വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ് ഒക്കെയാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ബാസിലസ്. ബാസിലസ് ആക്ച്വലി റോഡ് ഷേപ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ബാസിലസ്. എക്സാമ്പിൾ വരുന്നത് ബാസിലസ് തുറിഞ്ചിയൻസിസ്, ദെൻ ബാസിലസ് ആന്ത്രാസിസ് ഒക്കെയാണ് എക്സാമ്പിൾ. ദെൻ നെക്സ്റ്റ് ഈസ് വിബ്രിയം. വിബ്രിയം ഈസ് ആക്ച്വലി കോമ ഷേപ്ഡ്. കോമേനെ പോലെ ആയിരിക്കും കാണുന്നത്. നമ്മൾ കോമേഡില്ലേ ഇങ്ങനെ കോമ ഷേപ്പിലായിരിക്കും ആരെ കാണുന്നത്, വിബ്രിയം കാണുന്നത്. എക്സാമ്പിൾ വരുന്നത് വിബ്രിയോ കോളറെ, ദെൻ വിബ്രിയോ വൾഫിനിക്കസ്. ദെൻ സ്പൈറലം. സ്പൈറലം ആക്ച്വലി കാണുന്നത് ഷേപ്പ് ഓഫ് സ്പൈറൽ, ഒരു സ്പൈറൽ ഷേപ്പിലായിരിക്കും കാണുന്നത്. സ്പൈറലം വെലൂട്ടൻസ്, സ്പൈറലം മൈനസ് ഒക്കെയാണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, സ്പൈറലത്തിന് എക്സാമ്പിൾ വരുന്നത്. ഇവിടെ നോക്കിയ ഫിഗർ. കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും. രണ്ടെണ്ണമാണെങ്കിൽ ഡിപ്ലോകോക്കസ്. സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ ആയിട്ടിരിക്കുന്നത്. ദെൻ ടെട്രാകോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, 4 എണ്ണമായിരിക്കും. ദെൻ സാൾസിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാകോക്കസ് തന്നെ 8 കോക്കയിരിക്കുന്ന ഒരു ബാക്ടീരിയൽ ഫോമാണ് സാൾസിന എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഇതൊക്കെ. ദെൻ സ്റ്റഫൈലോകോക്കസ് ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാലയൊക്കെ കൊരുക്കുന്ന പോലെ കൊരുത്ത് വെച്ചേക്കുന്ന പോലെ ആയിരിക്കും, അതിൻ്റെ ഒരു ലിനിയർ സ്ട്രക്ചറിലായിരിക്കും ഇരിക്കുക. ദെൻ ബാസിലസ് പറഞ്ഞാൽ റോഡ് ഷേപ്പിലായിരിക്കും. രണ്ടെണ്ണമാണെങ്കിൽ ഡിപ്ലോ ബാസിലസ് പറയും. എക്സാമ്പിൾ പറഞ്ഞത് ബാസിലസ് തുറിഞ്ചിയൻസിസ്. ദെൻ സ്പൈറൽ ഫോമിലാണെങ്കിൽ എന്താ പറയുക, സ്പൈറല്ല പറയും. ദെൻ കോമ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ബാക്ടീരിയ ക്യാൻ ബി കോൾഡ് ആസ് വിബ്രിയോ. ദെൻ ബാക്ടീരിയൽ സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ. ബാക്ടീരിയൽ സ്ട്രക്ചർ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും പക്ഷെ ഉള്ളിലിരിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ അത് നടത്തുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് ബിഹേവിയർ ആണ് ഈ പറയുന്ന ബാക്ടീരിയ കാണിക്കുന്നത്. സം ഓഫ് ദം ആർ ഓട്ടോട്രോഫിക്. ചിലത് എന്താണ്, ഓട്ടോട്രോഫിക് ആണ്. ഈ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 2 കൈൻഡ് ഉണ്ട്. ഒന്നെങ്കിൽ അത് ഫോട്ടോസിന്തറ്റിക്കലി ഓട്ടോട്രോഫ് ആയിരിക്കാം, അതല്ലെങ്കിൽ കീമോസിന്തറ്റിക് ആയിരിക്കാം. ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്, കീമോസിന്തറ്റിക്കും ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഫോട്ടോ, അതായത് ലൈറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരെന്തുണ്ടാക്കുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കുന്നത്. ഇൻ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ബാക്ടീരിയ പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസിനെ ആയിരിക്കും അവർ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് എടുക്കുന്നുണ്ടാവും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് എന്ത് ചെയ്യും, എനർജീനെ ഡെവലപ്പ് ചെയ്യും. ദെൻ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബാക്ടീരിയ ആർ ഹെറ്ററോട്രോഫിക്. പക്ഷേ ഇതിനെല്ലാം പുറമെ ഓട്ടോട്രോഫിക് ആണെങ്കിൽ പോലും ഒരുപാട് എണ്ണം ഉള്ളത് എന്താണ്, ഹെറ്ററോട്രോഫിക് ആണ്. അതായത് അവർ ഫുഡൊന്നും ഉണ്ടാക്കാതെ വേറെ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക. മെയിൻലി വരുന്നത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിലെ പാരസൈറ്റിക് ആയിട്ടൊക്കെ ആയിരിക്കും എന്തിരിക്കുന്നത്, ബാക്ടീരിയ മെയിനായിട്ടും കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ ഇതിൽ തന്നെ ആർക്കി ബാക്ടീരിയ ഉണ്ട്. അതായത് ബാക്ടീരിയനെ തന്നെ എഗെയിൻ പറയാണ്, ആർക്കി ബാക്ടീരിയ ഉണ്ട്, യു ബാക്ടീരിയ ഉണ്ട്. ആർക്കി ബാക്ടീരിയ പറഞ്ഞു കഴിഞ്ഞാൽ ദ ലിവ് ഇൻ സം മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്. വളരെ ഹാർഷ് ആയിട്ടിരിക്കുന്ന ഹാബിറ്റാറ്റിൽ സർവൈവ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ബാക്ടീരിയാസ് ആയിരിക്കും. ഇൻ എക്സ്ട്രീംലി സോൾട്ടി ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ കോൾഡ് ആസ് ഹാലോഫൈറ്റ്സ്. ദെൻ ഹോട്ട് സ്പ്രിങ്സ്, അതായത് തെർമൽ ഏരിയയിൽ, അതായത് ഭയങ്കര ടെമ്പറേച്ചർ കൂടിയ ഏരിയയിൽ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് തെർമോ അസിഡോഫൈൽസ്. ദെൻ ഇൻ മാർഷി ഏരിയസിലാണെന്നുണ്ടെങ്കിൽ ക്യാൻ ബി കോൾഡ് ആസ് മെത്തനോജൻസ്. ഈ മെത്തനോജൻസ് ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ പ്രസന്റ് ഇൻ ദി ഗട്ട് ഓഫ് റൂമിനന്റ് ആനിമൽസ് ലൈക്ക് കൗസ്, ബഫലോ പോലെയുള്ള റൂമിനന്റ് ആനിമൽസിൻ്റെ, അതായത് ഗ്രേസ് ചെയ്ത് കഴിക്കുന്ന അനിമൽസ് ഉണ്ട്, അതായത് പുല്ല് നിന്ന് നടക്കുന്ന അനിമൽസ് ഉണ്ടല്ലോ, അവരിലൊക്കെ ഗട്ട്സിനകത്ത് കാണുന്ന ഒരു കൈൻഡ് ഓഫ് എ ബാക്ടീരിയ ആണ്. അപ്പോൾ മെത്തനോജൻസ് ആർ കേപ്പബിൾ ടു പ്രൊഡ്യൂസ് മീഥെയിൻ, അത് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കൗഡങ്ങിനകത്തുനിന്ന് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നത്. ഓക്കെ, ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് മീഥെയിൻ ഫ്രം ദി കൗഡ് അല്ലെങ്കിൽ ഡങ് ഓഫ് ദി അനിമൽസ്. ഈ പറയുന്ന അനിമൽസിന്റെ ഡങ്ങിനകത്തും നമുക്ക് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ബയോഗ്യാസ് അല്ലെങ്കിൽ മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ആർക്കെ ബാക്ടീരിയ ഹാവിങ് എ ഡിഫറെൻറ്റ് സെൽ സ്ട്രക്ചർ, ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽ സ്ട്രക്ചർ ആയിരിക്കും ഇവർക്കുണ്ടായിരിക്കുന്നത്. കാരണം എന്താണ്, ദേ ക്യാൻ സർവൈവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ്, അതായത് ഇങ്ങനെയുള്ള വളരെ മോസ്റ്റ് ഹാർഷ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അവർക്ക് അതനുസരിച്ചിട്ടുള്ള സെല്ലുലാർ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം.
അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ യൂബാക്ടീരിയ നോക്കിക്കഴിഞ്ഞാൽ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ റിജിഡ് സെൽ വാൾ. ഇവർക്ക് എന്തായിരിക്കും ഒരു റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ആയിരിക്കും. ഇഫ് മോട്ടയിൽ ആണെന്നുണ്ടെങ്കിൽ ഹാവിങ് ഫ്ലജലം. മോട്ടയിൽ ആണെങ്കിൽ പിന്നെ ഫ്ലജലത്തിന്റെ പ്രസൻസ് എന്തായാലും അതിന് വേണമല്ലോ. ഇനി ഇതിൽ തന്നെ യൂബാക്ടീരിയക്ക് തന്നെ വരുന്നതാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സയാനോബാക്ടീരിയ. എക്സാമ്പിൾ ആയിട്ട് ബ്ലൂ ഗ്രീൻ ആൽഗെ ഹാവിങ് ക്ലോറോഫിൽ എ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സിനകത്തുള്ള സെയിം തന്നെ ക്ലോറോഫിൽ എയുടെ പ്രസൻസ് എവിടെ കാണിക്കുന്നുണ്ട്? ഇൻ സയാനോബാക്ടീരിയ കാണിക്കുന്നുണ്ട്. ഇതൊരു യൂബാക്ടീരിയ ആണ്, പ്രൊക്യാരിയോട്ടിക് ആണ്. ദെൻ യൂണിസെല്ലുലാർ കൊളോണിയൽ ഓർ ഫിലമെന്റസ് ഫോംസിലായിരിക്കും ഇത് കാണുന്നത്. ഫ്രഷ് വാട്ടർ ആവാം, മറൈൻ ആവാം, ടെറസ്ട്രിയൽ ആകാം. ദെൻ ദി കോളനീസ് ആർ സറൗണ്ടഡ് ബൈ എ ജെലാറ്റിനസ് ഷീറ്റ്. കോളനീസിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ജെലാറ്റിനസ് ഷീറ്റ് പ്രസന്റ് ആയിരിക്കും. സംടൈംസ് ഇറ്റ് ഫോംസ് പൊല്യൂട്ടഡ് വാട്ടറിനകത്ത് ഇറ്റ് ഫോംസ് ബ്ലൂംസ് ക്രിയേറ്റ് ചെയ്യും, ബ്ലൂംസിനെ ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ചിലതിന് അറ്റ്മോസ്ഫറിക് നൈട്രജനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പറയുന്നതിന്, അതായത് അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയുള്ള സം കൈൻഡ് ഓഫ് എ സ്പെഷ്യൽ സെൽസ് പ്രസന്റ് ആണ്, കോൾഡ് ആസ് ഹെറ്ററോസിസ്റ്റ്. ഈ സെൽസിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ് എന്ന്. എക്സാമ്പിൾ വരുന്നത് നോസ്റ്റോക്ക്, അനബീനയൊക്കെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. അടുത്തത് വരുന്നത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആണ്. ബാക്ടീരിയ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്ട്രേറ്റ്സ് ലൈക്ക് നൈട്രേറ്റ്സ്, അമോണിയ ആൻഡ് യൂസ് ദി റിലീസ്ഡ് എനർജി ഫോർ ദെയർ ATP പ്രൊഡക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യിക്കും? ഈ സബ്സ്ട്രേറ്റിനെ ഒക്കെ എന്ത് ചെയ്തിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യിപ്പിക്കും? ATP, അതായത് അവരുടെ ഫോം ഓഫ് എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ദെൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫറിൻ്റെ ഒക്കെ റീസൈക്ലിങ്ങിന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കീമോസിന്തറ്റിക് ബാക്ടീരിയാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് അബൻഡന്റ് ഇൻ നേച്ചറിൽ ഭയങ്കര അബൻഡന്റ് ആയിട്ട് കാണുന്ന കൈൻഡ് ഓഫ് ബാക്ടീരിയാസ് ആണ് ആക്ച്വലി ഹെറ്ററോട്രോഫിക് പറഞ്ഞു കഴിഞ്ഞാൽ. മെജോറിറ്റി ആർ ഡീകമ്പോസേഴ്സ്, കൂടുതലും ഡീകമ്പോസേഴ്സ് തന്നെയാണ്. സം ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പാല് പുളിപ്പിച്ച് തൈര് ഉണ്ടാക്കില്ലേ, അപ്പോൾ തൈരുണ്ടാക്കില്ല, ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഇറ്റ്സ് ആക്ച്വലി എന്താണ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ നടത്തുന്ന ആൾക്കാരാണ്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് സം ആൻറ്റിബയോട്ടിക്സ്, ചില ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ദെൻ ഫിക്സിങ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്, ചില പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ലെഗ്യൂംസ് പ്ലാന്റ്സിൻ്റെ, അതായത് പയർ വർഗ്ഗങ്ങളിൽ പെടുന്ന ചെടികളുടെയൊക്കെ റൂട്ട്സിൻ്റെ അകത്ത് നൈട്രോജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും ചില ബാക്ടീരിയാസ് ഉണ്ട്. Those are actually എന്താണ് അണ്ടർ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ്. സം ആർ പത്തോജനിക്, ചിലർ എന്താണ് പത്തോജനിക് ആണ്, അവരെന്ത് ചെയ്യും? ഡിസീസ് കോസ് ചെയ്യും. ഇനി ഹ്യൂമൻസിലായിക്കോട്ടെ പ്ലാന്റ്സിലായിക്കോട്ടെ ഒക്കെ എന്ത് കോസ് ചെയ്യും? ഡിസീസ് ഉണ്ടാക്കും. സം ഓഫ് ദി ഡിസീസ് ആർ കോളറ, ടൈഫോയിഡ്, സിട്രസ് ക്യാങ്കർ, ടെറ്റനസ് ഒക്കെ എന്താണ് ഈ പറയുന്ന ഡിസീസിന് എക്സാമ്പിൾ ആണ്. സിട്രസ് ക്യാങ്കർ ആക്ച്വലി ഒരു പ്ലാന്റ് ഡിസീസ് ആണ്, റെസ്റ്റ് ഓഫ് ദോസ് ആർ അനിമൽ ഡിസീസ് ആണ്. ദെൻ ബാക്ടീരിയ ആർ റീപ്രൊഡ്യൂസ്ഡ് ബൈ ഫിഷൻ. ഫിഷൻ വഴിയായിരിക്കും ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സംടൈംസ് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസിൽ ദേ പ്രൊഡ്യൂസ് സ്പോർസ്. ചില സമയത്ത്, അതായത് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ അവർ സ്പോർസ് ആയിട്ട് ഫോം ചെയ്യും. ഓൾസോ സെക്ഷുവലി റീപ്രൊഡ്യൂസ്, അവർ സെക്ഷുവലിയും റീപ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് കോപ്പുലേഷൻ, ബട്ട് ഇറ്റ്സ് ആക്ച്വലി എ DNA ട്രാൻസ്ഫർ. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? DNA ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത് ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. ഒരു ബാക്ടീരിയയിൽ നിന്നും മറ്റൊരു ബാക്ടീരിയയിലേക്ക് എന്ത് ചെയ്യുവാണ്? പ്രിമിറ്റീവ് ടൈപ്പായിട്ടാണ്. ഒരു ബാക്ടീരിയയിൽ ഇരിക്കുന്ന DNA പോയിട്ട് അടുത്ത അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്ന DNA സെല്ലിൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്യും? DNA ട്രാൻസ്ഫർ ചെയ്യിക്കും. ദെൻ മൈക്കോപ്ലാസ്മ, അത് വേറൊരു കൈൻഡ് ഓഫ് ആൻ ഓർഗാനിസം ആണ്. ദാറ്റ് ലാക്ക് സെൽ വോൾ, അവർക്ക് എന്തില്ല? സെൽ വോൾ എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. ബട്ട് ഇറ്റ് ക്യാൻ സർവൈവ് ഇൻ വിത്തൗട്ട് ഓക്സിജൻ, അല്ലെങ്കിൽ അനൈറോബിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന സെൽ വോൾ ലാക്ക് ചെയ്യുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. മെനി ഓഫ് ദം ആർ പാത്തോജനിക് ടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പക്ഷേ അവരെന്താണ്? പ്ലാന്റ്സിനും അനിമൽസിനും എല്ലാം എന്ത് കോസ് ചെയ്യും? ഡിസീസ് കോസ് ചെയ്യും. അതാണ് മൈക്കോപ്ലാസ്മ. ദെൻ
നെക്സ്റ്റ് ഈസ് കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റിന്റെ അണ്ടറിൽ വരുന്നത് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ദോസ് ആർ അക്വാട്ടിക് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ്, പ്രോട്ടോസോവൻസ്. ഇതിനകത്ത് വരുന്ന കുറേ ആൾക്കാരെല്ലാം തന്നെയും ആൽഗൽ മെമ്പേഴ്സും കൂടിയിട്ടാണ്. അതായത് ക്ലോറോഫില് ബെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെന്താണ്, ആൽഗൽ മെമ്പേഴ്സ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കിങ്ഡം മൊണേറയ്ക്കകത്ത് ഡിസ്കസ് ചെയ്ത സയനോ ബാക്ടീരിയയും എവിടെ വരുന്നതാണ്, അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പറയുന്നതും ആൽഗൽ ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. ഓക്കെ, ദിസ് കിങ്ഡം ഫോംസ് എ ലിങ്ക് വിത്ത് ദി പ്ലാന്റ്സുമായിട്ട്, അനിമൽസുമായിട്ട്, അതുപോലെ ഫഞ്ചയുമായിട്ടൊക്കെ ലിങ്ക് ഫോർമേഷൻ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഇത്, അല്ലെങ്കിൽ ഒരു കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ദെൻ സെൽ ബോഡി കണ്ടെയ്ൻ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസും പ്രസന്റ് ആണ്. സം ഓഫ് ദം ഹാവ് സിലിയ ഓർ ഫ്ലജല. ചിലതിന് എന്തുണ്ടായിരിക്കും, സിലിയ അല്ലെങ്കിൽ ഫ്ലജല ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ്, മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷന് ഉണ്ടായിരിക്കും. ദെൻ റീപ്രൊഡക്ഷൻ പറഞ്ഞാൽ എസെക്ഷലിയും സെക്ഷുവലിയും ഉണ്ട്. എസെക്ഷലി ബൈ സെൽ ഫ്യൂഷൻ ആൻഡ് എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും ഉണ്ട്. ബൈ സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ, സെൽസിന്റെ തമ്മിൽ സെൽസ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, റീപ്രൊഡക്ഷൻ നടക്കുന്നത്, ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ദെൻ ഫസ്റ്റ് ക്ലാസ്, അതിനകത്ത് വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡയറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ് ആണ്, ഗോൾഡൻ ആൽഗയിലെ. ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് ഇൻ മറൈൻ എൻവയോൺമെന്റ്സ്. മറൈൻ എൻവയോൺമെന്റ്സിലും അതിൽ ഫ്രഷ് വാട്ടറിലും കാണുന്നുണ്ട്. മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ്. And they float. There is an O. Okay, float passively in water currents. വാട്ടർ കറന്റ് അതുടെ എന്ത് ചെയ്തു പോകുന്നുണ്ട്, ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ആര്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്രൈസോഫൈറ്റ്സ്. എക്സാമ്പിൾ വരുന്ന ഡയറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ് ആണ്. ഡയറ്റംസ് എന്ന് പറയുന്നത് ആസ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫോസിലൈസ്ഡ് ഡയറ്റംസിനെ നമ്മൾ ഡയറ്റമേഷ്യസ് എർത്ത് പറയും. ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗയ്ക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്, ഡയാറ്റംസും അതുപോലെ തന്നെ ഡയറ്റമേഷ്യസ് എർത്തും. ഇതെന്ന് പറയുന്നത് ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള ഒരു എന്താണ്, സെലോൾ ഡിപ്പോസിഷൻ ആണ്. ആക്ച്വലി ഈ ഡയറ്റമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സെലോളാണ്. അതായത് സോപ്പ് ബോക്സ് പോലെ ഇരിക്കും. ഇപ്പൊ പെട്രിപ്ലേറ്റ് ഒക്കെ നമ്മൾ വെക്കില്ലേ, അതായത് ഇവിടെ ഒരു കവറുണ്ട്, ഇവിടെ ഒരു കവർ ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, ഫിറ്റ് ടുഗദർ. രണ്ടുപേരും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഒരെണ്ണം ചെറുതായിരിക്കും, മറ്റേ ആൾ വലുതായിരിക്കും. അങ്ങനെ ഒരു സോപ്പ് ബോക്സ് പോലെ ഇരിക്കുന്നതാണ് എന്ത്, ഈ പറയുന്ന ഡയറ്റംസിന്റെ ഷെൽസ് എന്ന് പറയുന്നത്. വിച്ച് ആർ സിലിസിഫൈഡ്. ഇതിനകത്ത് സിലിക്കേഡ് ഡിപ്പോസിഷൻസ് ഉണ്ട്. ആൻഡ് ദസ് ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിങ്ങനെ ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ളതാണ്. ദെൻ ഫോസിലൈസ്ഡ് ഡയറ്റംസ് ആർ ഫോംസ് ഡയറ്റമേഷ്യസ് എർത്ത് ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ്. ഒരുപാട് നാളെടുത്തിട്ടാണ് കേട്ടോ ഈ പറയുന്ന ഡയറ്റമേഷ്യസ് എർത്ത് ഫോം ചെയ്യുന്നത്. ദെൻ ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റ്സിനകത്തൊക്കെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ദെൻ ഡൈനോഫ്ലജലേറ്റ്സ്. ഡൈനോഫ്ലജലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ മറൈൻ ഓർഗാനിസംസ് ബട്ട് ആർ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള മറൈൻ ഓർഗാനിസംസ് ആണ്. അപ്പിയർ ഇൻ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ്, കുറെ കളേഴ്സിലെല്ലാം കാണും. ഡിപ്പെൻഡിങ് അപ്പോൺ ദി മേജർ പിഗ്മെന്റ് ഇൻ ദി സെൽവോളിനകത്തിരിക്കുന്ന മേജർ പിഗ്മെന്റിന്റെ കളർ വെച്ചിട്ടായിരിക്കും എന്ത്, ഡൈനോഫ്ലജലേറ്റ്സിനെ കളർ ചെയ്തിരിക്കുന്നത്. എന്ന് നോക്കൂ, സെൽവോളിനകത്ത് വളരെ സ്റ്റിഫ് ആയിട്ടുള്ള സെല്ലുലോസിക് പ്ലേറ്റ്സ് കാണാൻ പറ്റും. ഓൺ ദി സർഫസ്, സെല്ലുകളുടെ പുറത്തായിട്ട് സെല്ലുലോസിക് പ്ലേറ്റ്സ് കാണാൻ പറ്റും. ദെൻ മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 ഫ്ലജല. ഫ്ലജലേറ്റഡ് ആണ്, അപ്പം 2 ഫ്ലജലയാണുള്ളത്. ഇനി റെട്ടൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ബൈ ഗോണിയോലെക്സ്. ഗോണിയോലെക്സ് എന്ന് പറയുന്ന ഡൈനോഫ്ലജലേറ്റ് ആണ് ഈ പറയുന്ന റെട്ടൈഡിന് റീസണബിൾ ആകുന്നത്. റെഡ് ഡൈനോഫ്ലജലേറ്റ് ആണ് വിച്ച് അണ്ടർഗോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ. വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻഡ് മേക്ക് റെഡ് ടൈഡ്സ്, എന്നിട്ട് റെഡ് ടൈഡ് ഉണ്ടാക്കും. അതായത് ദീസ് ആർ ആക്ച്വലി മറൈൻ ഓർഗാനിസംസ്, റൈറ്റ്? മറൈൻ ഓർഗാനിസംസ് ആണ്, അതായത് കടലിനകത്ത് കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇവരിങ്ങനെ ഈ ഗോണിയോലെക്സ് വളരെ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ റിസൾട്ടന്റ് ആയിട്ട് തെര ഇങ്ങനെ അടിക്കുന്ന ഭാഗത്ത് അവിടെ റെഡ് കളറിലാണല്ലോ ഈ പറയുന്ന ഗോണിയോലെക്സ് എന്ന് പറയുന്ന ഓർഗാനിസം കാണുന്നത്. അപ്പൊ തെരയൊക്കെ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും വളരെ റെഡ് കളറിലായിരിക്കും, ഭയങ്കര റെഡ് കളറിൽ കാണാൻ പറ്റും. കാരണം ഇവരുടെ റാപ്പിഡ് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് ഇങ്ങനെ കാണുന്നത്.
അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്, റെഡ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. ദീസ് ആർ ഓൾസോ പ്രൊഡ്യൂസ് സം ടോക്സിൻസ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ടോക്സിൻസിനെയും കൂടി പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ബൈ സച്ച് ലാർജ് നമ്പേഴ്സ്. കാരണം ഒരുപാട് നമ്പേഴ്സ് ഓഫ് എന്താണ് ഗോണിയോലെക്സിന്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ഗോണിയോലെക്സിന്റെ പ്രൊഡക്ഷൻ വരുമ്പോഴാണല്ലോ റെഡ് ടൈഡ് ഉണ്ടാകുന്നത്. അപ്പം നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ടോക്സിസിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം പോപ്പുലേഷൻ കൂടുതലാണ്. ദാറ്റ് മേ ഈവൻ കിൽ ദി അതർ മറൈൻ അനിമൽസ്. കുറച്ച് മറൈൻ അനിമൽസ് അല്ലെങ്കിൽ ഫിഷസ് പോലെയുള്ള മറൈൻ അനിമൽസിനെയൊക്കെ ഇത് എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്ത് കളയും. ആര്, പറയുന്ന ഗോണിയോലെക്സ്. ഇറ്റ് ഫോംസ് റെഡ് ടൈഡ്സ്. Then next is euglenoids. Euglenoids പറഞ്ഞാൽ മെജോറിറ്റി ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ ഫൗണ്ട് ചെയ്യുന്നത് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടറിലാണ്, ഒഴുകത്തില്ല വെള്ളം. ഹാവിങ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ. സെലോളിന് പകരം ഇവിടെ കാണുന്നത് പെല്ലിക്കിൾ ആയിരിക്കും. ഇറ്റ് മേക്സ് ബോഡി ഫ്ലെക്സിബിൾ. ഇത് ബോഡീനെ ഫ്ലെക്സിബിൾ ആക്കുന്നുണ്ട്. Then it has two flagella. രണ്ട് ഫ്ലജല ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. One is short and another one is longer. ഒരെണ്ണം ചെറുതും ഒരെണ്ണം എന്താണ്, വളരെ വലുതുമാണ്. Then these are photosynthetic in presence of sunlight. സൺലൈറ്റ് വരുമ്പോൾ ഇവർ എന്ത് ചെയ്യും, ഫോട്ടോസിന്തസൈസ് ചെയ്യും. ഇനി സൺലൈറ്റ് പോകുന്ന സമയത്ത് ഇവർ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കും. ഇവരെന്ത് ചെയ്യും, ഇരേനെ ഇങ്ങനെ എന്താ പറയുന്നത്, പ്രിഡേറ്റ് ചെയ്യും. അത് പ്രിഡേഷനും കൂടി കാണിക്കുന്ന ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനും ആര് കാണിക്കും, യൂഗ്ലിനോയിഡ്സ് കാണിക്കും. ഇനി പിഗ്മെന്റ്സ് ആർ ഐഡന്റിക്കൽ ടു ഹയർ പ്ലാന്റ്സ്. ഇതിനകത്ത് കാണിക്കുന്ന യൂഗ്ലിനോയിഡ്സിനകത്തുള്ള പിഗ്മെന്റ്സ് എല്ലാം തന്നെയും ആർ റിലേറ്റഡ് ടു ഹയർ പ്ലാന്റ്സ്. ഹയർ പ്ലാന്റ്സിനകത്തുള്ളത് പോലെ തന്നെയാണ് കാണുന്നത്.